130ാമത് മാരാമൻ കൺവെൻഷൻ ദൈവകൃപയാൽ ഇന്നിവിടെ സമാരംഭിക്കുന്നു. കൺവെൻഷൻ ക്രമീകരണങ്ങളിൽ ഇതുവരെ വ്യാപരിച്ച ദൈവകൃപയ്ക്കായിട്ട് ഏവരോടും ചേർന്ന് ഞാനും സ്തോത്രം ചെയ്യുന്നു. നേതൃത്വം നൽകുന്ന മാർത്തോമ്മ സുവിശേഷ പ്രസംഗ സംഘത്തെ സഭയുടെ പേരിൽ ഞാൻ ഈ അവസരം അഭിനന്ദിക്കുന്നു. ദൈവവചനം നേരിട്ടും ഓൺലൈനിൽ കൂടെയും ഇനി നമുക്ക് ശ്രമിക്കാം. വചനം സ്വീകരിക്കുന്നതിനും അത് 100 മേനി ഫലം കായ്ക്കുന്നതിന് ഒരുക്കപ്പെട്ട ഹൃദയനിലങ്ങളാണ് ഇന്നിൻ്റെ ആവശ്യം. അതിനായി നമ്മെ ദൈവകരങ്ങളിൽ അർപ്പിക്കാം. കേന്ദ്ര കേരള സർക്കാരുകളിൽ നിന്നും ലഭിച്ച സഹകരണത്തിന് മലങ്കര മാർത്തോമ്മ സുറിയാനി സഭയുടെ പേരിലുള്ള നന്ദി ഞാൻ ഈ ദിവസം അറിയിക്കുന്നു. ഉത്തരവാദിത്തപ്പെട്ടവർ എല്ലാവരും നമ്മുടെ ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിച്ച് കൺവെൻഷൻ്റെ നടത്തിപ്പിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ലഭ്യമാക്കി. വിശേഷാൽ പത്തനംതിട്ട ജില്ലാ കളക്ടറുടെ കാര്യാലയം, ജില്ലാ പോലീസ് മേധാവി, വിവിധ സർക്കാർ വകുപ്പുകൾ എന്നിവരോടുള്ള നന്ദി ഈ അവസരം അറിയിക്കട്ടെ. കോഴഞ്ചേരി പുതിയ പാലത്തിൻ്റെ പണിയിൽ പുരോഗതി ഉണ്ടെങ്കിലും ഇപ്പോഴും അത് പൂർത്തീകരണത്തിലെത്തിയിട്ടില്ല. എത്രയും വേഗം പുതിയ പാലം കൺവെൻഷൻ നഗറിലേക്കുള്ള അപ്രോച്ച് റോഡ് ഉൾപ്പെടെ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ എന്നത് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കാം. നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. രാജ്യ പുരോഗതിയുടെ എല്ലാ മേഖലകളിലും സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു വിശ്വാസ സമൂഹമായി മാർത്തോമ്മ സഭയെ പുലർത്തുന്ന ദൈവത്തിന് ഞാൻ ഈ അവസരം നന്ദി പറയുന്നു. മധ്യ തിരുവിതാംകൂറിൽ നിന്നും ചിതറിക്കപ്പെട്ട സഭാമക്കൾ ലോകത്തിൻ്റെ എല്ലാ വൻകരകളിലും എത്തപ്പെടുകയും അവർ ചെന്ന് ചേർന്ന ഇടങ്ങളിലെല്ലാം സഭയോടുള്ള സ്നേഹത്തിലും സത്യവിശ്വാസത്തിലും നവീകരണ ദർശനത്തിലും നിലനിന്നതിൻ്റെ ഫലമായി ഒരു ആഗോള സഭയായി വളരുവാൻ തക്കവണ്ണം ഈ ചെറിയ സഭയ്ക്ക് ഇതിനോടകം സാധിച്ചിട്ടുണ്ട്. പ്രാദേശിക തലത്തിലും ദേശീയ അന്തർദേശീയ തലങ്ങളിലും സഭൈക്യ പ്രസ്ഥാനങ്ങളോടും ഇതര മതവിശ്വാസധാരകളോടും ചേർന്ന് പ്രവർത്തിക്കുന്നതിന് മലങ്കര മാർത്തോമ്മ സുറിയാനി സഭയ്ക്ക് ഇന്ന് സാധിക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും നൂതനവും പ്രത്യക്ഷവുമായ ഉദാഹരണമാണ് ഈ കൺവെൻഷൻ വേദി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. അഖില ലോക സഭാ കൗൺസിലിൻ്റെ ജനറൽ സെക്രട്ടറി റവറൻ പ്രൊഫസർ ഡോക്ടർ ജെറി പിള്ളയാണ് നമ്മളുടെ 130ാമത് മാരാമൻ കൺവെൻഷൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ മുഖ്യ പ്രസംഗം ചെയ്ത് നമ്മെ സഹായിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്. ഇത് നമുക്ക് അഭിമാനവും മാർത്തോമ്മ സഭയ്ക്ക് ലഭിച്ചൊരു വലിയ അംഗീകാരവുമായിട്ട് ഞാൻ കണക്കാക്കുന്നു. സഭയെ ഇത്രത്തോളം വഴി നടത്തിയ ദൈവത്തിന് സ്തോത്രം. മാരാമൻ മഹായോഗം 13 ദശാബ്ദം പിന്നിടുന്നതായിട്ടുള്ള ഈ വേളയിൽ തിരിഞ്ഞു നോട്ടത്തിനുള്ള ഒരവസരം കൂടിയാണ് ഈ വർഷത്തെ നമ്മളുടെ കൂടിവരവ്. കല്ലിശ്ശേരി കടവിൽ മാളികയിൽ നിന്ന് ആരംഭിച്ച് പിന്നീട് ഈ വേദിക്ക് തൊട്ട് താഴെ കൊട്ടം തട്ടി താലി മണൽപ്പുറത്തെ വചനഘോഷത്തിൻ്റെ തുടക്കവും പിന്നീട് ഇപ്പോൾ കൺവെൻഷൻ നടക്കുന്ന ഈ വീതിയിലേക്കുള്ള മാരാമൻ കൺവെൻഷൻ്റെ തുടർച്ചയും വളർച്ചയും സഭാജനങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് തന്നെ ആശ്ചര്യം ഉളവാക്കുന്ന സംഗതിയാണ്. അന്ധവിശ്വാസങ്ങളിലും ആചാരങ്ങളിലും മുങ്ങിപ്പോകാമായിരുന്ന ഒരു ജനസമൂഹത്തെ ദൈവവചനത്തിൻ്റെ തണൽ ചുവട്ടിൽ ഒരുമിച്ച് ഇരുത്തിയപ്പോൾ ഉണ്ടായ വലിയൊരു പരിവർത്തനത്തിൻ്റെ അത്ഭുത കഥയാണ് മാരാമൻ കൺവെൻഷൻ ഇന്ന് ലോകത്തോട് പറയുന്നത്. 130 വർഷങ്ങൾ പിന്നിടുന്ന വേളയിൽ മാരാമൻ കൺവെൻഷനെ ആഗോള ക്രൈസ്തവ സംഘമായി പ്രഖ്യാപിക്കുവാനുള്ള നടപടികളെക്കുറിച്ച് സഭ ആലോചിക്കേണ്ട സമയമായി. പമ്പാ നദിയുടെ നിലനിൽപ്പിനായി ഗംഗാ നദിയുടെ മാതൃകയിൽ വരാനിരിക്കുന്ന കേന്ദ്ര പദ്ധതികളിൽ മാരാമണ്ണിന് സുപ്രധാന സ്ഥാനം തന്നെ ലഭിക്കേണ്ടതുണ്ട്. ഈ നദീതീരത്ത് നടക്കുന്ന സമാന സംഗമങ്ങൾക്കും അതേ പരിഗണന ലഭിക്കണമെന്നതും ഈ സഭയുടെ ആഗ്രഹമാണ്. കേവലം 20 വർഷങ്ങൾ കൂടി കഴിയുന്നതോടെ
മാരാമൻ കൺവെൻഷൻ അതിൻ്റെ 150-ാം വർഷത്തിലേക്ക് കടക്കും. 245-ൽ മാരാമൻ സുവർണ ജൂബിലി വർഷമാണ്. 1947-ൽ സ്വാതന്ത്ര്യം നേടിയ നമ്മളുടെ രാജ്യം 2047-ൽ സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുവാനുള്ള ഒരുക്കത്തിലുമാണ്. ഈ രണ്ട് ചരിത്ര മുഹൂർത്തങ്ങളെയും ബന്ധിപ്പിച്ച് 2045, 46, 47 എന്നീ വർഷങ്ങൾ മാരാമൻ കൺവെൻഷൻ്റെ പ്രത്യേക ദേശീയ സമ്മേളനമായി നടത്തുന്നതിനെപ്പറ്റി നാം ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങേണ്ടതാണ്. വിവിധ സഭകളും ഇതര സമുദായങ്ങളുമായി കൈകോർത്ത് മാനവീയ സംഗമങ്ങളും മറ്റും അന്ന് നടത്താനുള്ള ദീർഘവീക്ഷണം സഭയായും മാർത്തമ സുവിശേഷ പ്രസംഗമായും നാം തുടങ്ങി വയ്ക്കണം. ക്രിസ്താബ്ദം 2025 ക്രൈസ്തവ സഭാചരിത്രത്തിലെ സവിശേഷമായ ഒരു വർഷവും കൂടിയാണ്. AD 325-ലാണ് നിഖ്യായിൽ ആദ്യ എക്യുമെനിക്കൽ കൗൺസിൽ കൂടിയത്. അതിൻ്റെ 1700-ാം വാർഷികമാണ് 2025-ൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് നടക്കുന്നത്. നിഖ്യാ വിശ്വാസ പ്രമാണം നാം ആവർത്തിച്ച് ഉരുവിടുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന അവസരങ്ങളിലൊക്കെയും ത്രിയേക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ദൃഢീകരണം ആവർത്തിച്ച് ഉറപ്പിക്കുകയാണ്. എല്ലാ വിഭാഗീയതയ്ക്കും അതീതമായി ക്രൈസ്തവ സാക്ഷ്യത്തിനും ദൗത്യ നിർവഹണത്തിനും ഐക്യതയോടെ പ്രവർത്തിക്കുന്നതിനും നൈസ്യ 1700 ആഘോഷ അനുസ്മരണങ്ങൾ മുഖാന്തരമായിട്ട് തീരണം. 2-ാം സഹസ്രാബ്ദത്തിൻ്റെ ആദ്യ കാൽനൂറ്റാണ്ട് പിന്നിടുന്ന 2025-ാം ആണ്ട് രാജ്യത്തിൻ്റെ ചരിത്ര സുപ്രധാന വർഷമാണ്. ജനുവരി 26-ന് നമ്മളുടെ ഭരണഘടനയ്ക്കും റിപ്പബ്ലിക്കിനും 75 വർഷം പൂർത്തിയായി. ഭരണഘടന വീണ്ടും വീണ്ടും ചർച്ചയാകുന്ന ചരിത്ര ദിനങ്ങളിലൂടെയാണ് രാജ്യം ഓരോ ദിവസവും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മതനിരപേക്ഷതയും ജനാധിപത്യവും ഇന്ന് വെല്ലുവിളി നേരിടുന്നു. രാജ്യത്തിനും ജനതയ്ക്കും അതിജീവിക്കണമെങ്കിൽ വെറുപ്പ് കലരാത്ത ജനാധിപത്യത്തിൻ്റെ ജീവവായു നാം ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യത്വം എന്നീ അടിസ്ഥാന ദൈവരാജ്യ മൂല്യങ്ങളുടെ അടിത്തറയിട്ട് ആണ് നമ്മളുടെ ഭരണഘടന. വ്യക്തിയുടെ അന്തസ്സും മനുഷ്യരുടെ സാഹോദര്യമാണ് അത് ഉദ്ഘോഷിക്കുന്നത്. മാനവ സാഹോദര്യത്തിൻ്റെ വിരുദ്ധശാലയാണ് ഇന്ത്യ. മാരാമൻ കൺവെൻഷന് എന്നും ഒരു മാനവ മുഖമുണ്ട്. ഭരണഘടനയുടെ ആമുഖം വി ദ പീപ്പിൾ എന്നതാണ്. വ്യത്യസ്ത മതങ്ങളിലുള്ളവർ സംഘർഷമില്ലാതെ ഏകോദര സഹോദരങ്ങളായി വാഴുമ്പോഴാണ് രാജ്യത്തെ മതസൗഹാർദ്ദമുണ്ടാവുന്നത്. അതോരോ വ്യക്തിയുടെയും ഉത്തരവാദിത്വമാണ്. മതനിരപേക്ഷതയ്ക്ക് ഭരണഘടന നൽകിയിരിക്കുന്ന പേരാണ് സാഹോദര്യം. ജനങ്ങൾക്ക് കാവൽ ഭരണഘടനയാണെങ്കിൽ ഭരണഘടനയ്ക്ക് കാവൽ ജാഗ്രതയുള്ള ജനങ്ങളും നിയമ സംവിധാനവും മാധ്യമങ്ങളും മറ്റുമാണ്. കേവലം പ്രദർശന വസ്തുവായി ഇന്ന് ഭരണഘടനയെ പലരും ഉയർത്തിക്കാട്ടുന്ന പതിവ് ദൃശ്യമാണ്. ഭരണഘടനയെ കാപട്യത്തിനുള്ള നാട്യവസ്തുവാക്കി മാറ്റരുത്. പ്രിയരെ, അനന്തമായ സാധ്യതകളുടേതാണ് ഈ കാലഘട്ടം. We have entered into the digital world and we have already started using the AI, artificial intelligence. അതേസമയം ആശയങ്ങളും വെല്ലുവിളിയും നിറയുന്നതായിട്ടൊരു ലോകം. ചരിത്രത്തെ നിയന്ത്രിക്കുന്ന ദൈവം മനുഷ്യനായി ഒരുക്കിയ വലിയ സാധ്യതകളാണ് പുതുകാലത്തിൻ്റെ പ്രതീക്ഷകൾ. ഡിജിറ്റൽ യുഗം നവസാധ്യതകൾ മാത്രമല്ല, വലിയ വെല്ലുവിളിയും ഒരുക്കുന്നു. ഈ വെല്ലുവിളികളെ അതിജീവിക്കുവാനുള്ള കരുത്താണ് വിശ്വാസ ജീവിതത്തിലൂടെ നാം ഓരോരുത്തരും നേടേണ്ടത്. ദൈവത്തിലുള്ള പൂർണ്ണ വിശ്വാസത്തിലൂടെ, ആശ്രയത്തിലൂടെ ഈ കരുത്തെ ആർജിക്കണം. പുതുതലമുറയെ ഈ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്തണം. ഇതിന് കഴിയുന്നില്ലെങ്കിൽ നാം ചെന്ന് പതിക്കുക വലിയ ദുരന്തത്തിൽ ആയിരിക്കും. വ്യക്തി, കുടുംബ, സാമൂഹിക ജീവിതങ്ങളിൽ ജാഗ്രതയും സൂക്ഷ്മതയും ഉണ്ടാവണം.
കാലമൊരുക്കുന്ന സാധ്യതകളുടെ സമൃദ്ധിയിൽ മൂല്യങ്ങൾ നഷ്ടമാകുന്ന മനുഷ്യനെ ലോകമെങ്ങും ഇന്ന് ദർശിക്കുന്നു. അത് വളരുന്ന കുറ്റകൃത്യങ്ങളായും യുദ്ധങ്ങളായും വംശീയ കലാപങ്ങളായും നിലയ്ക്കാത്ത പ്രകൃതി ദുരന്തങ്ങളായും കൂട്ടപലായനങ്ങളായും ലോകത്ത് ദൃശ്യമാകുന്നു. ക്രിമിനലുകളെ സൃഷ്ടിക്കുന്നതാണ് മാറിവരുന്ന സാമൂഹ്യ അന്തരീക്ഷം. പുതുവർഷം പിറന്നത് 14കാരൻ ഒരാളെ കൊന്ന വാർത്തയുമായിട്ടാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ പോലും ക്രിമിനൽ കേസുകളിലും പോസ്കോ കേസുകളിലും പ്രതികളാകുന്നു. സൈബർ കുറ്റകൃത്യങ്ങളും വെർച്വൽ തട്ടിപ്പുകളും വളരുന്നു. ഇത് നിസ്സാരമായി നാം കണ്ടുകൂടാ. ക്രൂരമായ കൊലപാതകങ്ങളുടെ വാർത്തകളാണ് ദിവസവും കേൾക്കേണ്ടി വരുന്നത്. മാരക ലഹരി വസ്തുക്കളുടെ ഉപഭോഗം പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളിൽ വളർന്നു വരുന്നു. കുഞ്ഞു മനസ്സുകളിൽ ക്രിമിനൽ ചിന്ത ഉണർത്തുന്നതിൽ ലഹരി ഉപയോഗം വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ആരാണ് ഉത്തരവാദി? സ്കൂൾ, കോളേജ് ക്യാമ്പസുകളിൽ ലഹരി ഉപഭോഗം വർദ്ധിച്ചിട്ടും നടപടിയെടുക്കാത്തവർ നിസ്സംഗത കാട്ടുന്നു. കഴിഞ്ഞ പൊതു സംവത്സരത്തിൽ കേരളം കുടിച്ചു തീർത്തത് അനേക കോടികളുടെ മദ്യമാണ്. സർക്കാരിൻ്റെ പ്രധാന വരുമാനം മദ്യവിൽപ്പനയിൽ നിന്നായതിനാൽ മദ്യ ഉപഭോഗത്തെ സർക്കാരും ഇന്ന് പ്രോത്സാഹിപ്പിക്കുന്നില്ലേ? മലയാളിയുടെ മാനസികാരോഗ്യം തകർക്കുന്നതിൽ മദ്യവും മയക്കുമരുന്നുകളും വഹിക്കുന്ന പങ്ക് ചെറുതല്ല. പാലക്കാട്ടെ ബ്രൂവറി തുറക്കാനായി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ ഇപ്പോൾ തന്നെ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമോ എന്നതാണ് നമ്മളുടെ ഉത്കണ്ഠ. ലഹരിക്ക് എതിരായ പോരാട്ടങ്ങളിൽ ഇതര സമുദായങ്ങളുമായി കൈകോർക്കുവാൻ നമുക്കിടയാവണം. ചെറുകോൽപ്പുഴ കൺവെൻഷനെത്തിയ RSS മേധാവി ഡോക്ടർ മോഹൻ ഭാഗവത് കുട്ടികളെയും യുവാക്കളെയും ധർമ്മബോധത്തിൽ വളർത്തേണ്ട ആവശ്യകത ഊന്നിപ്പറയുകയുണ്ടായി. ലഹരിക്ക് എതിരായ പോരാട്ടം ആരംഭിക്കേണ്ടത് കുടുംബങ്ങളിലെ സ്നേഹ അന്തരീക്ഷത്തിൽ നിന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇവ ശ്ലാഘനീയമാണ്. ലഹരി മരുന്നിനെതിരായ പോരാട്ടത്തിൽ വിവിധ സമുദായ സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുവാൻ മാർത്തോമാ സഭ സന്നദ്ധമാണെന്ന കാര്യവും ഞാനിവിടെ പ്രസ്താവിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് മൂല്യബോധം പകർന്നു നൽകുവാൻ കുടുംബങ്ങൾക്ക് കഴിയുന്നില്ല എന്ന് അടുത്ത സമയത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയും അഭിപ്രായപ്പെടുകയുണ്ടായി. നാം ശ്രദ്ധിക്കണം. ഇന്ന് വിവാദങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയായിട്ട് കേരളം മാറിയിരിക്കുന്നു. വിവാദങ്ങൾക്ക് അര ദിവസത്തെ ആയുസ് പോലും ഉണ്ടാവില്ല. അടുത്ത ദിവസം പുതിയ വിവാദങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു. ആദരണീയരെ പോലും വിവാദങ്ങളിലേക്ക് വലിച്ചഴക്കപ്പെടുന്നു. ഇല്ലാ കഥകൾക്ക് നാം ചെവി കൊടുക്കരുത്. ഇല്ലാ കഥകൾ തോന്നുംപടി പ്രചരിപ്പിക്കുവാൻ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന സാമൂഹ്യ മാധ്യമ ഇടങ്ങൾ സത്യത്തിൻ്റെ കുരുതിക്കളമായി മാറുന്നു. വിയോജിപ്പിൻ്റെ ശബ്ദങ്ങളോട് ഒരു സഹിഷ്ണുതയെ പുലർത്താത്തവരാണ് ലോകത്ത് ഇന്ന് നാം കാണുന്നത്. വരുതിക്ക് നിൽക്കാത്തവന് കുരുതി കൊടുക്കുന്ന കാലം. വ്യക്തിപരമായ അഭിപ്രായങ്ങൾക്കും വികാരങ്ങൾക്കും യഥാർത്ഥ വസ്തുതകളേക്കാൾ പ്രാധാന്യം നൽകുകയും ഇത്തരം വ്യാജ പ്രചരണങ്ങളിലൂടെ പൊതുസമൂഹത്തിൻ്റെ അഭിപ്രായത്തെ വഴിതിരിച്ച് തങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള വിധത്തിലുള്ള ഫലങ്ങളിലേക്ക് എത്തിച്ച് വിജയം കൊയ്യുകയും ചെയ്യുന്നതിനെയാണ് സത്യാനന്തര ലോകം എന്ന് പറയുന്നത്. ലഭിക്കുന്ന വിവരങ്ങൾ, നോളജ്, വസ്തുതാ പരിശോധന, ഫാക്ട് ചെക്കിംഗ് ഇല്ലാതെ വാർത്തയാക്കി മാറ്റുന്നത്, ന്യൂസാക്കി മാറ്റുന്നതാണ് ഇന്നത്തെ അപകടം. ഇത് ഗൗരവകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പത്രങ്ങളുടെയും ഉത്തരവാദിത്വമുള്ള ചാനലുകളുടെയും മറ്റും എഡിറ്റർമാരെ നാം ആദരവോടെ കാണേണ്ടതും അതിനാലാണ്. സമൂഹ മാധ്യമ ഉപയോഗത്തിൽ വിശ്വാസി സമൂഹവും കുറച്ചുകൂടെ മാന്യതയും മാതൃകയുമായി വർത്തിക്കണമെന്ന് അഭിപ്രായപ്പെടുന്നു. സൈബർ ധാർമ്മികത നിലനിർത്തണം. സോഷ്യൽ മീഡിയയിലെ ഗോസിപ്പുകൾ, സൈബർ ലോകത്തിലൂടെയുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ എന്നിവ സ്വൈര്യ ജീവിതത്തെ തകർക്കുന്നവയാണ്. ഇത്തരം സാമൂഹ്യ പരിസരത്തിലാണ് ദൈവവചനത്തിൻ്റെ കാലിക പ്രസക്തി.
നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളെ ദൈവവചനത്തിന് മുമ്പാകെ ശോധന ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ മനസ്സിൽ പുതിയ ഉൾക്കാഴ്ചകളുടെ വെളിച്ചം പകർന്നു തരും. പക്വതയോടെ വേണ്ട തീരുമാനങ്ങൾ എടുക്കുവാനും ഇത് നമ്മെ സഹായിക്കും. അന്ധവിശ്വാസ നിരോധന ബിൽ നടപ്പിലാക്കുവാൻ വൈകരുത്. ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമികളും അനേകരായ സ്വാമിമാരും ബിഷപ്പുമാരും ആചാര്യന്മാരും ജനിച്ച് വളർന്ന നാടായിട്ടും കേരളം ഇന്ന് അന്ധവിശ്വാസങ്ങളുടെ പേരിൽ കൊലപാതകങ്ങൾ പോലും നടക്കുന്ന നാടായിട്ട് മാറിയിരിക്കുന്നു. ജസ്റ്റിസ് കെ ടി തോമസ് ചെയർമാനായി 2019 നിർമ്മിച്ച അന്ധവിശ്വാസ നിരോധന നിയമം നടപ്പിലാക്കാനും ബോധവൽക്കരണം ശക്തമാക്കുവാനും സർക്കാർ ശ്രമിക്കണം. ജീവൻ്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് വേർപെട്ടിരിക്കുന്ന അവസ്ഥ വെടിഞ്ഞ് ദൈവസ്നേഹത്തിൻ്റെ തണലിട സംസ്കാരത്തിലേക്ക് കേരളത്തെ നമുക്ക് വഴിതിരിച്ചു വിടാം. എളുപ്പം സമ്പന്നനാകാനും രോഗശാന്തിയുമൊക്കെ ഏത് പ്രവൃത്തി ചെയ്യുവാനും മനുഷ്യൻ തയ്യാറാണ്. മരണാനന്തര ജീവിതം തേടിപ്പോയത് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള 3 ചെറുപ്പക്കാരാണ്. സമൃദ്ധമായ ജീവൻ്റെ അനുഭവക്കാരായി സഭ മാറേണ്ടതിൻ്റെ ആവശ്യകത ദൈവജനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. റോഡിൽ ഉരുത്തിരിയണം പുതിയ ഗതാഗത സംസ്കാരം. കഴിഞ്ഞ വർഷം കടന്നുപോയത് നമ്മുടെ ജില്ലയിലെ 3 കുടുംബങ്ങളെ പൂർണ്ണമായും നാമാവശേഷമാക്കിയ 3 വ്യത്യസ്ത വാഹന അപകടങ്ങൾ അവശേഷിപ്പിച്ച മുറിവുകൾ ബാക്കി വച്ചിട്ടാണ്. അമിത വേഗമല്ല, കരുതലുള്ള യാത്രകൾക്കാണ് വഴി തുറക്കേണ്ടത്. കാറ് വിൽക്കുന്നതിലല്ല, കെയർ ഗിവേഴ്സിനെ സൃഷ്ടിക്കുന്നതിലാണ് താല്പര്യപ്പെടേണ്ടത്. നീതിബോധവും മനുഷ്യസ്നേഹവും അവരെ കൂടി കരുതുകയും ചെയ്യുന്ന പുതിയ ഒരു ഗതാഗത സംസ്കാരത്തിലേക്ക് കേരളത്തിൻ്റെ ദിശാബോധത്തെ വഴിതിരിച്ചു വിടുവാൻ ഇടയാകട്ടെ എന്ന് നാം എന്നും പ്രാർത്ഥിക്കണം. പോലീസിനെ പോലും ഗുണ്ടാക്കൾ ചവിട്ടിക്കൊല്ലുന്നത് മൂലം ജനങ്ങൾ കഴിയുന്നത് ഇന്ന് ഭയത്തിലാണ്. നമ്മുടെ പോലീസ് സേന എന്നും നമ്മുടെ അഭിമാനമാണ്. അവരെ അതിന് ആദ്യമേ അഭിനന്ദിക്കട്ടെ. എല്ലായ്പ്പോഴും വിമർശന വിധേയരാക്കാതെ അവരുടെ അന്വേഷണ മികവിനെ അംഗീകരിക്കുവാൻ സമൂഹവും മാധ്യമങ്ങളും തയ്യാറാകണം. പ്രശ്നാധിഷ്ഠിത പിന്തുണ നൽകണം. ലഹരിക്ക് അടിമയായ ഒരു അക്രമിയുടെ ചവിട്ടേറ്റ് ദാരുണമായി ഒരു പോലീസ് ഓഫീസർ കൊല്ലപ്പെട്ട വാർത്ത നടുക്കത്തോടെ അല്ലാതെ നമുക്ക് ശ്രവിക്കാനാവില്ല. ഇത് പോലീസ് സേനയുടെ മനോവീര്യം കെടുത്താതിരിക്കട്ടെ. ഡ്യൂട്ടി കഴിഞ്ഞ് തിരികെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഒരു ഗൃഹനാഥൻ കൂടിയായ ശ്യാം പ്രസാദ് സംഘർഷ ദൃശ്യം കാണുകയും ഇതിൽ ഉത്തരവാദിത്തോടെ ഇടപെടുകയും ചെയ്തത്. അദ്ദേഹത്തിന് നീതിബോധം കേരള സമൂഹത്തിന് എന്നും മാതൃകയായിരിക്കട്ടെ. ഒരു കാലത്തെ കേരളത്തിലെ പല രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളും ഇതുപോലെയായിരുന്നു. അനീതിയോടുള്ള പ്രതികരണമായിരുന്നു അവരുടെ മുഖമുദ്ര. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. സങ്കീർത്തനം 12:5 പറയുന്നത് പോലെ എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസം മൂലം ഞെരങ്ങുന്ന സ്ഥിതിയിലാണ് നമ്മുടെ നാട്. എന്നാൽ പോലീസിൻ്റെ നരനായായിട്ടും വെച്ചുറപ്പിക്കരുത്. പോലീസ് വിവാഹ പാർട്ടി ആക്രമിച്ച സംഭവം നമ്മുടെ ജില്ലയിൽ തന്നെ കഴിഞ്ഞ ദിവസം സംഭവിച്ചു. അക്രമവാസനയും രാഷ്ട്രീയ വിധേയത്വവുമല്ല പോലീസിനെ നയിക്കേണ്ടത്. പാവപ്പെട്ട ജനങ്ങളുടെ സംരക്ഷകരെന്ന തിരിച്ചറിവാണ് പോലീസ് സേനയുടെ കരുത്ത് എന്ന് മറന്നു പോകരുത്. ചോര ചിന്തുന്ന വെള്ളിത്തിര വിപത്തിലേക്ക് ഇന്ന് നമ്മുടെ ലോകത്തെ നയിക്കും. ഒരു കാലത്തെ ഹാസ്യത്തിനും കുടുംബകഥകൾക്കും പ്രാധാന്യം നൽകി മലയാള സിനിമ രാജ്യത്തിൽ തന്നെ മാതൃകയായിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥാനം മുഴുവൻ ഹിംസയുടെ രംഗങ്ങളായിട്ട് നിറയുകയാണ്. ഇത് സമൂഹത്തെ എങ്ങോട്ട് നയിക്കുമെന്ന് നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ക്രൈം, അശ്ലീല വാർത്തകൾ കുത്തി നിറയ്ക്കുന്നതിലാകരുത് മാധ്യമങ്ങൾക്ക് താല്പര്യം. ഇന്നത്തെ മാധ്യമ സംസ്കാരത്തിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക് എവിടെ നിന്ന് പോസിറ്റീവ് ചിന്തകൾ കിട്ടും? ഒരേ സ്കൂളിൽ ബസ്സിൽ അടുത്തടുത്തിരുന്ന് യാത്ര ചെയ്തതായിട്ടുള്ള 12 ക്ലാസ്സുകാരൻ 9 ക്ലാസ്സുകാരൻ്റെ കഴുത്തിൽ ബയോളജി ക്ലാസ്സിൽ ഉപയോഗിക്കേണ്ട കത്തി കൊണ്ട് ആഴത്തിൽ മുറിവേൽപ്പിച്ച സംഭവം അടുത്ത സമയത്താണ് നടന്നത്. ഒരു കാലത്തെ കുട്ടികളിൽ മൂല്യബോധം വളർത്തുവാൻ
സ്കൂളുകളിൽ മോറൽ ക്ലാസ്സുകൾ നടത്തിയിരുന്നു. ഇന്നത്തെ പുരോഗമന കാലത്തെ മോറൽ ക്ലാസ്സുകളൊക്കെ മോശം ഏർപ്പാടായി. സ്കൂൾ പഠന കാലയളവ് വരെയാണ് നമ്മളുടെ കുഞ്ഞുങ്ങൾ നമ്മോടൊപ്പം ഉണ്ടാവുക. അതിനിടെ കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിലും മൂല്യബോധത്തിലും വളർത്തുന്നതിനായിട്ടിടയാവണം. കുഞ്ഞുങ്ങളെയും യുവജനങ്ങളെയും സഭാഗാത്രത്തിൽ കൂടുതൽ പങ്കാളികളാക്കുന്ന പ്രവർത്തനങ്ങളും പരിപാടികളും ഉണ്ടാവണം. തെറ്റായ വഴികളിൽ നിന്ന് മാറി സഞ്ചരിക്കുവാൻ കഴിയും വിധം കുട്ടികളെയും യുവജനങ്ങളെയും എൻഗേജ്ഡ് ആക്കുന്ന സംസ്കാരം നമുക്കുണ്ടാവണം. യുവജന സഖ്യവും സൺഡേ സ്കൂളും ഇടവുകളും ഭവനങ്ങളും ഇക്കാര്യത്തിൽ പ്രത്യേകമായിട്ടുള്ള ശ്രദ്ധ നൽകണം. അമേരിക്കയിലെ 47ാമത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നയപരിപാടികൾ ലോകം ഉറ്റുനോക്കുന്നതായിട്ടുള്ള അവസരമാണിത്. പ്രസിഡൻ്റായി അധികാരമേറ്റ ആദ്യ ദിനം തന്നെ ബൈഡൻ ഭരണകാലത്തെ 78 എക്സിക്യൂട്ടീവ് നടപടികൾ അദ്ദേഹം റദ്ദു ചെയ്തു. ജന്മാവകാശ പൗരത്വ സമ്പ്രദായം നിർത്തലാക്കിയതാണ് അതിൽ പ്രധാനമായിട്ട് ഉള്ളത്. അമേരിക്കയിലെ വനിതാ ബിഷപ്പ് പറഞ്ഞതിലും കാര്യമുണ്ട്. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ വേളയിൽ വാഷിങ്ടൺ ഡയോസിസിലെ എപ്പിസ്കോപ്പൽ ബിഷപ്പ് മറിയൻ എഡ്ഗർ ബുദ്ധെ വാഷിങ്ടണിലെ നാഷണൽ കത്തീഡ്രലിൽ നടത്തിയ ലഘുപ്രസംഗം ശ്രദ്ധയാകർഷിച്ചത് നമ്മൾ വായിക്കുകയുണ്ടായി. പ്രസിഡന്റ് ട്രംപ് അവരുടെ വാക്കുകളെ തള്ളിക്കളഞ്ഞെങ്കിലും അത് പറയാൻ അവർ കാട്ടിയതായുള്ള ധീരതയെ അഭിനന്ദിക്കാതിരിക്കുവാൻ കഴിയുകയില്ല. ഭരണാധികൾക്ക് എവിടെയും ഏറിയ ജ്ഞാനവും വിവേകവും നൽകുന്നതിനായിട്ട് തുടർച്ചയായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകാരോഗ്യ സംഘടന, പാരീസ് കാലാവസ്ഥ ഉടമ്പടി എന്നിവയിൽ നിന്നുള്ള അമേരിക്കയുടെ പിന്മാറ്റം ലോകത്തുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ഗുരുതരമാകുവാനായിട്ടാണ് സാധ്യത. പല രാജ്യങ്ങളിൽ നിന്നും ആ രാജ്യങ്ങളുടെ വിസ ഇല്ലാത്തവരെ സ്വന്തം രാജ്യത്തേക്ക് ഡിപ്പോർട്ട് ചെയ്യും. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിന് ശേഷം അമേരിക്കയിൽ നിന്നും കാലിലും കയ്യിലും ചങ്ങലയിട്ട് സൈനിക വിമാനം C-17 ഉപയോഗിച്ച ഇന്ത്യക്കാരെ കുടിയേറ്റക്കാരെ ടെക്സാസിൽ നിന്നും കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിയോടുകൂടി കയറ്റി അയച്ചത് വളരെ ദയനീയമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് കാണുവാനിടയായത്. മനുഷ്യ അന്തസ്സിന് വില കൊടുക്കുന്നതായുള്ള പ്രവൃത്തിയാണോ ഇത് എന്നത് ചിന്തിച്ചു പോകുന്നു. രാജ്യത്തെയും ലോകത്തെയും ദരിദ്രരെ ചേർത്ത് നിർത്തുന്നതിലാകണം ഒരു ഭരണകൂടത്തിൻ്റെ ശ്രദ്ധ. ദരിദ്ര രാജ്യങ്ങളുടെ വളർച്ചയിൽ കൂടി സമ്പന്ന രാജ്യങ്ങൾ ശ്രദ്ധ വയ്ക്കണം. എങ്കിലേ സമത്വസുന്ദരമായ ഒരു ലോകം സാധ്യമായിട്ട് തീരുകയുള്ളൂ. കോടീശ്വരന്മാർക്കും കോർപ്പറേറ്റുകൾക്കും വളരാനുള്ള സാഹചര്യം ഒരുക്കൽ മാത്രമാകരുത് ഭരണകൂട ലക്ഷ്യം. ഭരണ നേതൃത്വം മനുഷ്യത്വം മറന്നാൽ നാട് ഇല്ലാതെയാകും. കേരളത്തിൽ നവീൻ ബാബു എന്ന ഉന്നത ഉദ്യോഗസ്ഥൻ്റെ വേർപാട് കേരള സമൂഹത്തെ ഗ്രസിച്ചിരിക്കുന്ന അപജയത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നുണ്ട്. ആ പ്രിയപ്പെട്ട കുടുംബത്തിന് ദൈവകൃപയുടെ തണൽ എപ്പോഴും ഉണ്ടാകട്ടെ എന്നത് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. സർക്കാരുകളും നേതൃത്വമുള്ളവരും ഒരു സാഹചര്യത്തിലും നീതിബോധം കൈവിടരുത്. ജനങ്ങളുടെ കണ്ണുനീരിന് മുമ്പിൽ മനസ്സലിയാത്തവരാകരുത് നേതൃത്വത്തിലുള്ളവർ. ഇത്തരം ദുരന്തത്തിലേക്ക് സമൂഹത്തെ തള്ളിവിടാതെ സംരക്ഷിച്ച് നിർത്തേണ്ടതായുള്ള ചുമതല എല്ലാ നേതൃത്വത്തിനും ഉണ്ട്. ഈ വസ്തുത ഈ കൺവെൻഷൻ വേദിയിൽ നിന്നുകൊണ്ട് പൂർവ്വപിതാക്കന്മാരുടെ വാക്കുകളെ സ്മരിച്ച് ഏവരെ ഓർമ്മപ്പെടുത്തുവാനും ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലമുള്ള ദുരന്തങ്ങൾ നിരന്തരം അനുഭവിക്കേണ്ടി വരുന്ന കാലമാണിത്. കാലിഫോർണിയയിൽ അടുത്ത സമയത്തുണ്ടായ കാട്ടുതീ ലോകത്തിന് വലിയ മുന്നറിയിപ്പാണ് നൽകുന്നത്. കേരളത്തിൽ വയനാട്, ചൂരൽമല, മുണ്ടക്കൈ ഉണ്ടായ പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ കണ്ണ് തുറപ്പിക്കണം. സൃഷ്ടികളുടെ സൂക്ഷിപ്പുകാരനാവാനാണ് ദൈവം നമുക്ക് മനുഷ്യനെ നൽകിയിരിക്കുന്നതായിട്ടുള്ള നിയോഗം. സൂക്ഷിപ്പുകാരൻ ഉടമസ്ഥനാവുകയും സ്വാർത്ഥനാവുകയും ചെയ്തതിൻ്റെ ദുരന്ത ഫലങ്ങളാണ് ലോകം ഇന്ന് നേരിടുന്നത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പരിസ്ഥിതി സംരക്ഷണത്തെപ്പറ്റി ചിന്തിക്കുന്ന ഏർപ്പാട് മാറണം. ദുരന്തങ്ങൾക്ക് ഇരയാവുന്നവരുടെ പുനരധിവാസം പ്രഖ്യാപനങ്ങളിൽ മാത്രമാകരുത്. സമയബന്ധിതമായി കർമ്മ പദ്ധതികൾ പൂർത്തീകരിക്കുന്നതിനായിട്ടിടയാവണം. ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് സർക്കാർ കൂടുതൽ ഇച്ഛാശക്തി
കാട്ടണം എന്നത് ഞാൻ അറിയിക്കട്ടെ. മാരാമൻ കൺവെൻഷൻ പരിസ്ഥിതിയുടെ വീണ്ടെടുപ്പിൻ്റെ വേദി കൂടിയാണ്. കേരളം ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ജലക്ഷാമവും വർദ്ധിക്കുന്നു. വന്യജീവികൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളുടെ ജീവനെ ഭീഷണിയായിട്ട് മാറുന്നു. ഈ സാഹചര്യത്തിൽ കേരളത്തെ കാലാവസ്ഥ അടിയന്തരാവസ്ഥ പ്രദേശമായി പ്രഖ്യാപിച്ച് പ്രകൃതിയുടെ നഷ്ടതാളം വീണ്ടെടുക്കണം. വന്യജീവികൾക്ക് കാട്ടിൽ തന്നെ ഭക്ഷണവും വെള്ളവും ഉറപ്പാക്കണം. പമ്പാ നദിയുടെ പാരിസ്ഥിതിക ദുരന്തം മാരാമൻ കൺവെൻഷനെയും വേദനയാണ്. ഭൂമിയെ കരുതിയുള്ള വികസനത്തിനാവണം സർക്കാരും ജനങ്ങളും ഊന്നൽ നൽകേണ്ടത്. പരിസ്ഥിതിയും കാലാവസ്ഥാ മാറ്റവും മാരാമൻ കൺവെൻഷൻ്റെയും മാർത്തോമാ സഭയുടെയും സജീവ പരിഗണനയിലുള്ള വിഷയങ്ങളാണ്. കല്ലിശ്ശേരി മുതൽ മാരാമൺ വരെ മാർത്തോമാ പരിസ്ഥിതി കമ്മീഷനിലൂടെ നടപ്പിലാക്കിയ പരിസ്ഥിതി പദയാത്ര ഏറെ ശ്രദ്ധേയമായിരുന്നു. ഈ കാലഘട്ടത്തിൽ കൂടുതൽ കാറുകളല്ല, കൂടുതൽ പൊതുവാഹനങ്ങളും ധൂർത്തും ആർഭാടവും വലിച്ചെറിയലുമാണ് ജീവിത രീതിയിലേക്ക് മാറി വിശ്വാസ സമൂഹം നാടിന് മാതൃക കാട്ടേണ്ടത്. അതിനുള്ള പരിശീലന വേദി കൂടിയാണ് ഈ മാരാമൻ കൺവെൻഷൻ. നമ്മുടെ പൂർവികരുടെ കാലടികൾ പതിഞ്ഞ മാരാമണ്ണിൻ്റെ പ്രകൃതിയുടെ വരദാനമായി മണൽത്തട്ട്, ഓലപ്പന്തലിനായി ഓരോ വീട്ടിലും ഓരോ മാരാമൻ തെങ്ങ് നട്ട് കൽപ്പവൃക്ഷമായി സമൃദ്ധി കൂട്ടി നമുക്ക് അത് വീണ്ടെടുക്കുന്നതിനായിട്ട് ശ്രമിക്കാം. ഓലമെടച്ചിൽ പോലെയുള്ള നാടൻ അറിവുകളും ശീലങ്ങളും നാം മറന്നു പോകരുത്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യേശു പറഞ്ഞു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയനാകുന്നത് ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നതിലൂടെയാണ്. അവൻ വന്നത് നമുക്ക് ജീവനുണ്ടാകുവാൻ മാത്രമല്ല, സമൃദ്ധമായ ജീവൻ എല്ലാവർക്കും ഉണ്ടാകുവാനാണ്. അന്യോന്യ ബന്ധങ്ങളുടെ പച്ചപ്പിലാണ് സമൃദ്ധമായ ജീവൻ ഉണ്ടാകേണ്ടത്. പരസ്പര സ്നേഹവും കരുതലും ആശ്രയമൊക്കെയാണ് പരസ്പര ബന്ധങ്ങൾ പ്രകടമാകേണ്ടത്. അപ്പോഴാണ് അത് ജീവദായക ബന്ധമായിട്ട് മാറുന്നത്. അതുകൊണ്ട് സഭ ഒരു ജീവദായക സമൂഹമാണ്. നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവുമായുള്ള ബന്ധത്തിന് ആഴപ്പെടലാണ് ഭജനകളിലൂടെ നമുക്കുണ്ടാവേണ്ടത്. അവരനെ ബഹുമാനിക്കണം. ക്രിസ്തു മനുഷ്യനായി തീർന്നു എന്നത് ദൈവത്തിന് ഈ ലോകത്തുള്ള സ്നേഹത്തിൻ്റെ സൂചനയാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവനും വിലപ്പെട്ടതാണ്. ഓരോ ജീവിതത്തിനും അന്തസ്സും പവിത്രതയുമുണ്ട്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമൃദ്ധമായ ജീവൻ്റെ സമകാലിക വെല്ലുവിളികൾ നാം തിരിച്ചറിയുന്നതിനും ഘോഷിക്കുന്നതിനും ഇടയായിട്ട് തീരണം. സമൃദ്ധമായ ജീവൻ സാധ്യമാക്കുന്നതിന് എല്ലാവർക്കും ആരോഗ്യം ഉറപ്പാക്കുകയും സഭയിലും സമൂഹത്തിലും ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും വേണം. പ്രിയരെ, ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കട്ടെ. വർത്തമാനകാല സംഭവങ്ങളെ ദൈവസ്നേഹത്തിൽ അഭിമുഖീകരിച്ച് സമൂഹത്തിൽ പരിവർത്തനത്തിൻ്റെ ചാലകശക്തിയാകുവാനുള്ള മാർഗനിർദ്ദേശം നൽകുന്ന വചനദൂതുകൾ മാരാമൻ കൺവെൻഷനിലൂടെ ലഭ്യമാകുന്നതിനുള്ള പരിശ്രമങ്ങളാണ് ഈ വർഷവും ആഗ്രഹിച്ച് ക്രമീകരണം ചെയ്തിരിക്കുന്നത്. ദൈവവചന കേൾവി നമ്മിൽ പുത്തൻ തിരിച്ചറിവുകൾ നൽകട്ടെ. നമ്മുടെ ജീവിതവും നമ്മുടെ എല്ലാ ഇടപെടലുകളും സാക്ഷ്യ ജീവിതത്തിൻ്റെ അടയാളപ്പെടുത്തലാകട്ടെ. അനുതാപഹൃദയത്തോടെ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്നതിന് ദേശവും ജനതകളും ഒരുക്കപ്പെടണം. അതിന് 2025 കൺവെൻഷൻ മുഖാന്തരമാകട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അതിനായി നമ്മെ ഒരുക്കട്ടെ, പ്രാപ്തരാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 130ാമത് മാരാമൻ കൺവെൻഷൻ ഏറെ വിനയപൂർവ്വം ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു. പുത്തൻ തീരുമാനങ്ങളോടുകൂടി ഓരോരുത്തരും ഭവനങ്ങളിലേക്കും പ്രവർത്തന മണ്ഡലത്തിലേക്കും മടങ്ങുവാൻ തക്കവണ്ണം സുവിശേഷം നമ്മിൽ പ്രവർത്തിക്കട്ടെ. അതിനായിട്ട് നമ്മെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം.